റിപ്പബ്ലിക് ദിന പ്രസംഗം. നമസ്കാരം. ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്നും, നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൽ നിന്നും 74ാമത്തെ റിപ്പബ്ലിക് ദിന ആശംസകൾ ഞാൻ ഓരോരുത്തർക്കും നേരുന്നു. ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വിജയഗാഥയുടെയും സ്മരണയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കെട്ടുകളിൽ നിന്നും നമുക്ക് മോചനം ലഭിച്ചതും, സ്വന്തം നിയമങ്ങൾ രൂപീകരിക്കാനും സ്വന്തം ഭാവി തീരുമാനിക്കാനുമുള്ള അവകാശം നമുക്ക് ലഭിച്ചതും ഈ ദിനത്തിലാണ്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും വർണ്ണശബളമായ ഘോഷയാത്ര തലസ്ഥാനമായ ഡൽഹിയിൽ സംഘടിപ്പിക്കാറുണ്ട്. രാഷ്ട്രപതി ഭവന് സമീപമുള്ള റൈസിന ഹില്ലിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വഴി ചുവന്നകോട്ടയിലേക്കാണ് ഘോഷയാത്ര നടത്തുന്നത്. കര, നാവിക, വ്യോമസേന അംഗങ്ങളുടെ മാർച്ച് പാസ്റ്റും ഉണ്ടാകും. പരേഡിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകളും നൃത്തങ്ങളും ഉണ്ടാകും. രാജ്യ തലസ്ഥാനത്തോട് കിടപിടിക്കില്ലെങ്കിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. സംസ്ഥാന ഗവർണർമാരാണ് പതാക ഉയർത്തുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ജോർജ് ആറാമൻ രാജാവാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. ഗവർണർ ജനറലായി സി രാജഗോപാലാചാരി ഇക്കാലയളവിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത്. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. റെസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിർവഹിക്കാനുള്ള പ്രതിനിധി മാത്രമാണ് ഭരണകർത്താക്കൾ. സ്വാതന്ത്ര്യം നേടിയതുകൊണ്ട് മാത്രം കാര്യം പൂർത്തിയാവുകയില്ല. നേടിയ സ്വാതന്ത്ര്യത്തെ നിലനിർത്തുകയും പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ബുദ്ധൻ്റെ കരുണ, ഗാന്ധിജിയുടെ അഹിംസ, അംബേദ്കറുടെ സമത്വം, നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി ഇവയെല്ലാം നമ്മുടെ രാഷ്ട്രപിതാക്കളുടെ മഹത്തായ ആശയങ്ങളായിരുന്നു. ഈ ആദർശങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ് നാം ഈ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്ന് നമ്മുടെ മുന്നിൽ അനേകം വെല്ലുവിളികൾ നിലനിൽക്കുന്നു. ദാരിദ്ര്യം, അസമത്വം, വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രശ്നങ്ങൾ, പരിസ്ഥിതി നാശം, ഭീകരത ഇവയെല്ലാം നാം അഭിമുഖീകരിക്കേണ്ട ഗുരുതരമായ പ്രശ്നങ്ങളാണ്. എന്നാൽ നമുക്ക് നിരാശപ്പെടാൻ കഴിയില്ല. നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാം. വിദ്യാഭ്യാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടത് നമ്മുടെ പ്രഥമ കടമയാണ്. യുവജനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി നിർമ്മാതാക്കളാണ്. അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും കഴിവുകളും നൽകിയാണ് നാം അവരെ ശാക്തീകരിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുകയും വിവേചനത്തെയും അനീതിയെയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം. ജീവനും അഭിപ്രായത്തിനും മതത്തിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തിലുടനീളം മറ്റു രാജ്യങ്ങളെയും ജനതയെയും ആകർഷിക്കുന്നു. ഇത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയുമല്ല, മറിച്ച് പല ഭാഷകളും പല സംസ്കാരങ്ങളും പല ജനതയുമാണ് നമ്മുടെ ഇന്ത്യയുടെ സവിശേഷത. എല്ലാവർക്കും നന്ദി. റിപ്പബ്ലിക് ദിനാശംസകൾ.